ഈ സീസണിൽ സ്പെയിനിലെ 3 കിരീടങ്ങൾ ബാഴ്സയുടെ അലമാരയിലെത്താൻ പ്രധാന കാരണക്കാരൻ ലാമിൻ യമാലാണ്. ഇതിനിടയിൽ ബാഴ്സയുടെ വണ്ടർ കിഡ് ചെറുവൈരികളായ റയൽ മാഡ്രിഡിലേക്ക് ചേക്കേറുമെന്ന തരത്തിലുള്ള റൂമറുകളും ആരൊക്കെയോ പടച്ചുവിട്ടു. ജൂണിൽ 18 വയസ്സ് തികയുന്നതോടെ ലാമിൻ യമാലുമായി ബാഴ്സ പുതിയ കരാർ ഒപ്പുവയ്ക്കും. ബാഴ്സയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന താരമാവണം തനിക്കെന്ന ആവശ്യം ലാമിൻ യമാൽ മുൻപിൽ വെച്ചതായും റിപ്പോർട്ടുകൾ വന്നിരുന്നു. എന്നാൽ ഈ അഭ്യൂഹങ്ങളെല്ലാം തള്ളുകയാണ് ബാഴ്സ സ്പോർട്ടിംഗ് ഡയറക്ടർ ഡെക്കോ. ടീമിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന താരമാവണമെന്ന ആവശ്യം ലാമിൻ മുന്നോട്ട് വെച്ചിട്ടില്ല. ആ വാർത്ത സത്യമല്ല. ബാഴ്സയിൽ സന്തോഷവാനായിരിക്കാൻ മാത്രമാണ് ലാമിൻ ആഗ്രഹിക്കുന്നത്. തന്റെ പ്രായത്തിനൊത്തുള്ള ജീവിതമാണ് ലാമിൻ ആഗ്രഹിക്കുന്നത്. ഈ നിലവാരത്തിലെ ഒരു താരം സന്തോഷവാനായിരിക്കണം. അവന്റെ പ്രായം 17 ആണോ 26 ആണോ എന്നതൊന്നുമല്ല വിഷയം. എന്നെ സംബന്ധിച്ച് ഓരോ കളിക്കാരനും അവർക്ക് അർഹിക്കുന്ന പ്രതിഫലം ലഭിക്കണം. ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന താരമാവുക എന്നതല്ല കാര്യം, അവൻ സന്തോഷവാനാണ് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ബാഴ്സയേക്കാൾ മികച്ചൊരു ക്ലബ്ബ് അവന് വേറെ ലഭിക്കുമെന്ന് തനിക്ക് തോന്നുന്നില്ലെന്നും ബാഴ്സയുടെ മുൻ താരം കൂടിയായ ഡെക്കോ പറഞ്ഞു. കഴിഞ്ഞ സീസണിൽ ലാമിൻ യമാലിനായി ട്രാൻസ്ഫർ ഓഫറുകൾ വന്നതായും ഡെക്കോ വെളിപ്പെടുത്തുന്നു. PSG ആവശ്യപ്പെട്ടിരുന്നു, റയൽ മാഡ്രിഡ് സമീപിച്ചിട്ടില്ല. ഞങ്ങൾ ഈ ഓഫറുകളൊന്നും ശ്രദ്ധിക്കുന്നില്ല. അവൻ ഇവിടെ തുടരണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും ഡെക്കോ പറഞ്ഞു. ബാഴ്സയുടെ പക്കലുള്ള ഏറ്റവും മൂർച്ചയേറിയ ആയുധമാണ് 17-കാരൻ ലാമിൻ യമാൽ. ഫുട്ബോൾ ലോകം അടക്കി വാഴാൻ പോകുന്ന താരമെന്ന വിശേഷണം ഇതിനോടകം ലാമിൻ യമാൽ സ്വന്തമാക്കി കഴിഞ്ഞു. 3 സീസണുകളിലായി ലാമിൻ യമാൽ 107 മത്സരങ്ങളാണ് ബാഴ്സലോണയ്ക്ക് വേണ്ടി കളിച്ചത്. നേടിയത് 26 ഗോളുകൾ, 34 അസിസ്റ്റുകൾ. ലാമിൻ യമാൽ കളിച്ച ഈ 107 മത്സരങ്ങളിൽ 73 മത്സരങ്ങളിൽ ജയം നേടാൻ ബാഴ്സലോണയ്ക്ക് സാധിച്ചു. ഈ സീസണിൽ 18 ഗോളും 25 അസിസ്റ്റും ബാഴ്സലോണയ്ക്കായി ലാമിൻ യമാലിൽ നിന്ന് വന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.